ഹായ് അസ്സാം വലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ ചൂര കൊണ്ട് ചൂര മുറിച്ചെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് മുളക് പൊടി ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടി ഇടണം കേട്ടോ. അതിനാണ് കുറച്ച് ഇട്ടത്, ഇപ്പോൾ കുറവായപ്പോൾ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തത് അത് ഇട്ട് കൊടുത്തിക്കണേ. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പുണ്ടാകുന്ന നോക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക വീണ്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരിറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ മുളക് പൊടി കുറവായത് കാരണം ഒരു 2 ടീസ്പൂണും കൂടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ കുഴച്ച് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം, ചോറ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതവിടെ നടക്കട്ടെ. അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. മീൻ ഞാനിതാ കുറച്ച് നേരം കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമുക്ക് ഉള്ളി വാട്ടാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് മീൻ ഫ്രൈ ചെയ്യൂലേ, അതിൻ്റെ വെളിച്ചെണ്ണ ബാക്കി ഇതിലേക്ക് ഒഴിച്ചെടുക്കണ്ട. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ടെടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കത് മീനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. നല്ല മൊരിഞ്ഞതാവരുത്, ബിരിയാണിയിലിട്ടാൽ ഇങ്ങനെ പൊടിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പം അതിന് പാകത്തിനുള്ള മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. മീൻ ഇതാ ഒരു സൈഡ് എന്ത് വന്നപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മീനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള മീനുകളൊക്കെ ഞാൻ പൊരിച്ചെടുക്കട്ടോ. നമ്മൾ അരി ഇടാനുള്ള വെള്ളം ഇവിടെ തിളച്ച് മറിയണുണ്ട് കേട്ടോ. നമ്മുടെ അടുപ്പിലേക്ക് വെച്ചിരുന്നുണ്ടോ അരി ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ 1.5 കിലോ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിട്ടുള്ള ഗ്രാമ്പൂ പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി അതിലേക്ക് അരി കഴുകി വെച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അരി വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളെ സവാള ഉണ്ടല്ലോ വഴറ്റിനത്, അത് നന്നായിട്ട് വാണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തിലൊക്കെ മാറുന്നത് വരെയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ ചോറ് ഇതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതൊരു വാരപത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ഒരു 5-8 തക്കാളി ഉണ്ടായിന്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളീന് ഒരു 5-8 ഉണ്ടാവും. തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വെന്തൊടയട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വെന്തൊടിഞ്ഞ് വരണം. നമ്മുടെ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും ഇട്ടെടുക്കുക. പിന്നെ ഞാൻ ഈ ബിരിയാണി മസാല ഇടുന്ന വീഡിയോ ഇതിലേക്ക് പെട്ടിട്ടില്ല.
പിന്നെ നിങ്ങളുടെ അടുത്ത് ഫിഷ് മസാല ഉള്ളവരാണ് ഫിഷ് മസാലൻ്റെ പൊടി ഇട്ടെടുക്കുക 1 ടീസ്പൂൺ ബിരിയാണി മസാലയ്ക്ക് പകരം. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തൽ മാറുന്നത് വരേക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അടി പിടിക്കേണ്ട, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 മുറി ചെറുനാരങ്ങ നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു അംശം കുറവുള്ളതിനാൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചപ്പ് പുതിന അരിഞ്ഞ് വെച്ചതുണ്ട്, അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് തൈര്, കട്ട തൈരും ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുനാരങ്ങ നമ്മൾ കുറച്ചല്ലേ ഒഴിച്ചെടുത്തത്, അപ്പോൾ പുളിയില്ലല്ലോ. അപ്പോൾ അതിന് കുറച്ച് കട്ട തൈര് ഞാൻ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫിഷില്ലേ, പൊരിച്ച് വെച്ച ഫിഷ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം അടുപ്പിൽ കുറച്ച് നേരം ആ മസാലയിൽ ഫിഷിൻ്റെ എല്ലതും കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മസാലയും ഫിഷും കൂടി ഒന്ന് സെറ്റായി വരണം കേട്ടോ. അപ്പം നമ്മളുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ദമ്മ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണേ. ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കി വെക്കണേ. വീഡിയോയിൽ അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അഭിപ്രായം പറയണേ. അപ്പം നമ്മളെ മസാല കുറേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ചൂര ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ദം ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഓരോ ലെയറായിട്ട്. അപ്പം ഞാൻ അണ്ടി, മുന്തിരി, ഉള്ളി ഫ്രൈ ചെയ്തത്, ചപ്പ് പൊതിനൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കതൊക്കെ ഒന്ന് ചോറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഓരോ ലെയറായിട്ട് അങ്ങനെ ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയണമല്ലേ, അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കാത്തത്. ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല പൊടി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ലെയറിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഗരം മസാല പൊടി വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് RKG ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് അടുപ്പിൽ കുറച്ച് നേരം ദം ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഗ്യാസ് അടുപ്പിൽ അടിയിലൊരു തവി വെച്ചിട്ട് അതിന് മുകളിൽ ദം ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ സെറ്റായിട്ട് വന്നിട്ട് നമ്മളെ ഫിഷ് ബിരിയാണി ഇവിടെ. അപ്പം നിങ്ങൾ കണ്ടോ, അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴേ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ എൻ്റെ അനിയത്തിയും കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരാം. ബൈ, അസ്സലാമു അലൈക്കും.